ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയ അഭിഷിക്തന്മാർ, സഹോദരങ്ങൾ, കൂടപ്പറപ്പുകൾ, സുഹൃത്തുക്കൾ, നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും അവൻ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവല്ലോ. ഓരോ ദിവസവും നിങ്ങൾ കേൾക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനവും സന്തോഷവും നിങ്ങളുടെ സമസ്ത മേഖലകളും അനുഗ്രഹിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്ന ജീവനുള്ള വചനത്തിന്റെ സന്ദേശങ്ങളാണ്. അത് അനേകം പേർ കേട്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ അവരെ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ദൈവത്തിന്റെ വചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർ ഇന്ന് പകലിലും സന്തോഷത്തോടു കൂടിയായിരിക്കുന്ന ദൈവവചനത്തിനകത്ത് ബന്ധനമില്ല, അവിടെ സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ, അവിടെ ശാപമില്ല, അവിടെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ, അവിടെ ദണ്ഡനമില്ല, അവിടെ എല്ലാത്തിനും അവൻ സന്തോഷം മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിലുള്ള ആ സന്തോഷം നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14, 15, 16 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. അവൻ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അന്യനീരും പരമാർത്ഥികളും അവൻ ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയിൽ വളരെ വ്യക്തമായിട്ടൊരു സന്ദേശം കൊടുക്കുകയാണ്. വക്രതയും കോട്ടയും ഉള്ള ഒരു തലമുറ, വക്രതയും കോട്ടവും ഉള്ള ഒരു തലമുറ. ഈ തലമുറയുടെ നടുവിൽ നിങ്ങൾ എന്തായി തീരണം? അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിനാണ് പൗലോസ് അപ്പോസ്തലൻ സഭയോട് ദൈവവചനത്തിന്റെ ആഴമേറിയ സത്യത്തെ വിളിച്ചു പറയുന്നത്. കർത്താവിൽ സന്തോഷിപ്പിൻ, പിന്നെയും സന്തോഷിപ്പിൻ എന്ന് നമ്മെ പഠിപ്പിച്ചത് ഈ ഫിലിപ്പിയ ലേഖനത്തിലൂടെയാണ്. എപ്പോഴും പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ദൈവവചനത്തിന് നിലനിൽക്കുമ്പോൾ പല വിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ സംഭവിക്കും. അതിൻ്റെയൊക്കെ നടുവിൽ അതെന്തേലും നിഷ്കളങ്ക മക്കളും പരമാർത്ഥികളുമായി തീരേണ്ടതിന് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ ഇത് വളരെ വ്യക്തമായി പറയുന്നു. എല്ലാ പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവൻ. അവരുടെ ഇടയിൽ നിങ്ങളുടെ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, കണ്ടോ, നിങ്ങൾ കേട്ട ദൈവത്തിന്റെ വചനം അത് ജീവനുള്ള വചനമാണ്. അത് പ്രമാണിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അവൻ ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുവാൻ അധ്വാനം ചെയ്യുകയാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ മാത്രമല്ല നടന്നു പോകുന്നത്, നമ്മളിലൂടെ ക്രിസ്തു നടക്കുകയാണ്. ആ ക്രിസ്തുവിന്റെ വചനം നമ്മളിലൂടെ പല ഇരുട്ടിനെ മാറ്റി പ്രകാശം പരത്തുകയാണ്. ഏതെങ്കിലുമൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഇരുട്ടിൽ കിടക്കുന്ന ഒരു ജനത്തിന് നമ്മളിലൂടെ ഒരു പ്രകാശം, ഒരു ജ്യോതിസ് ഉണ്ടാകണം. തകർന്നു കിടക്കുന്ന കുടുംബത്തിന് ഈ വചനം നമ്മൾ പ്രസ്താവിക്കുമ്പോൾ ആ കുടുംബത്തിന് ഒരു അനുഗ്രഹമായി തീരണം. അനേകം കുടുംബങ്ങളിൽ ഞാൻ അപ്രതീക്ഷിതമായി കടന്നു പോകാറുണ്ട്. എന്റെ യാത്രാമധ്യേ ഞാൻ പല സ്ഥലങ്ങളിലും പല വഴി അരികിലുള്ള വീടുകളും ഞാൻ സന്ദർശിക്കാറുണ്ട്. പലയിടത്തും അവർ ഇരുട്ടിൽ കിടക്കുകയാണ്. അവർക്ക് സമാധാനമില്ല, അവർക്ക് സന്തോഷമില്ല, അവർക്ക് ഏതൊരു വിധത്തിലുള്ള ഒരു ഉത്സാഹവുമില്ല. അത് എന്തുകൊണ്ടാണ്? അവർ സഭയിൽ കടന്നു പോകുന്നുണ്ട്, അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ അകത്ത് വചനം നിറഞ്ഞിട്ടില്ല. ആ വചനത്തിന്റെ ആ കുറവ് അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? പ്രതികൂലങ്ങൾ വരുമ്പോൾ തകർന്നു പോകുന്നു. ഇവിടെ ഇത് പൗലോസ് പറയുകയാണ്, അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് ഞാൻ നിങ്ങളെ ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിപ്പിക്കുന്ന ഒരു തരത്തിലാക്കുവാൻ ശ്രമിക്കുന്നു. ഇന്ന് പകൽക്കാലം ലോകത്തിൽ ജ്യോതിഷികളായി പ്രകാശിക്കുന്ന ഒരു ക്രിസ്തു ജീവിതം നയിക്കുവാൻ വചനം എനിക്ക് ആവശ്യമാണ്. ആ വചനം എനിക്ക് എല്ലാ ദിവസവും ഒരു ശ്വാസമാണ്. ഞാൻ എല്ലാ ദിവസവും എണീക്കുമ്പോൾ ആ വചനം ഞാൻ കുടിക്കുന്നു, പാനം ചെയ്യുന്നു. അതെന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഞാൻ കൊണ്ടു നടക്കുവാൻ തയ്യാറാകുന്നു എന്നൊരു ഉത്തമ ബോധ്യം ഇന്ന് പകൽക്കാലം ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ ഇന്ന് വരെ കാണാത്ത ചില ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ എല്ലാം വിട്ടുകളഞ്ഞിട്ട്, പെറുപെറുപ്പും വാദവും ജഡത്തിന്റെ പ്രവൃത്തികളെ വിട്ടുകളഞ്ഞിട്ട് വചനത്തിൽ ഉച്ചരിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ആഹ്വാനിച്ചത് കൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.